ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലെ ഒരു ചോദ്യമാണ്. എ ഫ്ലൈ വീൽ ഹാവിംഗ് എ മാസ് 3 കിലോഗ്രാം ആൻഡ് എ റേഡിയസ് 5 മീറ്റർ ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് അബൌട്ട് എ ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പോൾ ഇതേപോലെ ഒരു ഫ്ലൈ വീൽ ഉണ്ടായിരുന്നു. ഫ്ലൈ വീൽ എന്ന് പറയുമ്പോൾ ഡിസ്ക് ആണ് കേട്ടോ. ഡിസ്കിനെയാണ് ഇവർ ഫ്ലൈ വീൽ എന്ന് പറയുക. അപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ ഫ്ലൈ വീൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു ഫ്ലൈ വീൽ ഉണ്ടായിരുന്നു. ആ ഫ്ലൈ വീലിന്റെ മാസ് എത്രയാണ്? 3 കിലോഗ്രാം. അതിന്റെ റേഡിയസ് 5 മീറ്റർ. ഇനി ഇതിൽ എന്താ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, കുറേ വയറുകൾ ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ വയറുകൾ അവർ വൈൻഡ് ചെയ്ത് വെച്ചിട്ട്, കുറേ വയറുകൾ ഇതേപോലെ വൈൻഡ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഒരു ഫ്രീ എൻഡ് ഉണ്ടല്ലോ താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, എ സ്ട്രിങ് ഹാവിംഗ് നെഗ്ലിജിബിൾ മാസ് ഇസ് വൗണ്ട് അറൌണ്ട് ദ വീൽ ആൻഡ് ദ ലൂസ് എൻഡ് ഈസ് കണക്റ്റഡ് ടു 3 kg. അതിന്റെ ലൂസ് എൻഡ് ഉണ്ടല്ലോ അത് ഏതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്? 3 kg. അപ്പോൾ ഇതിന്റെ മാസും 3 കിലോഗ്രാം ആണ്, ഫ്ലൈ വീലിന്റെ മാസും 3 കിലോഗ്രാം ആണ്. അതേപോലെ തന്നെ ദ വീൽ ഈസ് കണക്റ്റഡ് ടു ദ മാസ്, ആ മാസിന്റെ വാല്യൂ 3 കിലോഗ്രാം ആണ്. ദ മാസ് ഈസ് കെപ്റ്റ് ഇനീഷ്യലി അറ്റ് റസ്റ്റ്. അതെന്താണ്? ഇനീഷ്യലി റസ്റ്റിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് റിലീസ് ചെയ്തു. അപ്പോൾ ആദ്യം ഇവിടെ ആയിരുന്നല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആദ്യം ഇത് ഇവിടെയായിരുന്നു, ഞാനിത് റിലീസ് ചെയ്തു. റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇത്രയും നമ്മളിങ്ങനെ ചുറ്റി വെച്ചിട്ടില്ല. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും താഴേക്ക് വരും അല്ലേ? നമ്മൾ കിണറിൽ വെള്ളം കോരുന്ന പുള്ളിയൊക്കെ കണ്ടിട്ടില്ലേ? അതിൽ ബക്കറ്റ് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് വീഴും അല്ലേ? അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് റിലീസ് ചെയ്തു. റിലീസ് ചെയ്തപ്പോൾ ഇത് താഴേക്ക് വീണു. നമ്മുടെ 3 കിലോഗ്രാം മാസ് മേലെ നിന്ന സ്ഥലത്തിൽ നിന്ന് താഴേക്ക് വീണു. എത്ര ദൂരം താഴേക്ക് വന്നിട്ടുണ്ട്? 3 മീറ്റർ അല്ലേ? 3 മീറ്റർ ദൂരം ഇവിടെ നിന്നിട്ട് 3 മീറ്റർ ദൂരം ഇത് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ വീൽ? ആ സമയത്ത് വീല് കറങ്ങുന്നുണ്ട്. നിങ്ങൾ കിണറിൽ വെള്ളം കോരുന്ന പുള്ളി കണ്ടിട്ടില്ലേ? നമ്മൾ ബക്കറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിടന്ന് കറങ്ങുന്നുണ്ടാവില്ലേ? അപ്പൊ ഇയാളുടെ കൈനറ്റിക് എനർജിയാണ് എനിക്ക് വേണ്ടത്. ആരുടെ കൈനറ്റിക് എനർജി? ആ വീലിന്റെ കൈനറ്റിക് എനർജി വേണം. ഓക്കെ, അപ്പോൾ വീലിന്റെ കൈനറ്റിക് എനർജി അല്ലേ ചോദിച്ചത്? അപ്പൊ ഞാൻ ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. വി നോ ദാറ്റ് കൈനറ്റിക് എനർജി ഓഫ് ദ വീൽ ആണ് വേണ്ടത്. ഇത് ഏത് കൈനറ്റിക് എനർജിയാണ്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. കാരണം വീല് കറങ്ങാണ് ചെയ്യുന്നത്. നോർമലി കൈനറ്റിക് എനർജിയുടെ ഫോർമുല 12mv². പക്ഷെ കറങ്ങുന്ന ആളാണെങ്കിൽ ഹാഫ് ഇൻറ്റു മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനർഷ്യ, വെലോസിറ്റിക്ക് പകരം ഒമേഗ എന്ന് എഴുതണം. അപ്പൊ കറങ്ങുന്ന ആളുടെ എത്ര വാല്യൂ വരിക? 12I⍵² ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് എളുപ്പമായിട്ട് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് ഒമേഗ അറിയില്ല. ഒമേഗക്ക് പകരം വേണമെങ്കിൽ V/R അറിയാം. പക്ഷെ ഈ കറങ്ങുന്നതിന്റെ വെലോസിറ്റി അറിയില്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? ഈ കറങ്ങുന്ന ഫ്ലൈ വീൽ ഉണ്ടല്ലോ അതിന്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എനർജി കൺസർവേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എനർജി കൺസർവേഷൻ, ബിക്കോസ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഒരു എനർജി അല്ലേ മറ്റൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഐഡിയയുടെ ബേസിൽ നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യം നമ്മളിത് റിലീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറയും. ആദ്യം കൈനറ്റിക് എനർജി ഇല്ലല്ലോ, റസ്റ്റിലല്ലേ. അപ്പൊ ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിക്കും. ഇത് താഴേക്ക് വരുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറയും. ആ കുറഞ്ഞ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവരുടെ എന്തായിട്ട് മാറുന്നത്? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. അപ്പൊ എനിക്ക് എനർജി കൺസർവേഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്താണ് എനർജി കൺസർവേഷൻ എന്നറിയോ? ദ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. എത്രത്തോളം പൊട്ടൻഷ്യൽ എനർജി നഷ്ടപ്പെട്ടോ അതാണ് ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. അതാണ് ഈ സിസ്റ്റത്തിന്റെ മൊത്തം കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. ഒരു എനർജിയാണ് മറ്റൊരു എനർജി ആയിട്ട് മാറുക. അപ്പൊ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആദ്യം ഇത് ഇവിടെയായിരുന്നു, പിന്നെ ഇത് എന്ത് ചെയ്തു? താഴേക്ക് എത്തി. ഇയാൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഇല്ല, കാരണം അതിന്റെ പൊസിഷൻ ഒന്നും മാറുന്നില്ലല്ലോ. അപ്പൊ സിസ്റ്റത്തിന്റെ മൊത്തം ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ് അതിന്റെ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എത്ര? mgh. അതിന്റെ മാസ് 3 ആണ്. ജിക്ക് നമുക്ക് 10 കൊടുക്കാം. എച്ച് ഹൈറ്റ് അല്ലേ? എച്ച് എത്രയാണ്? 3 ആണ്. അപ്പൊ ഇത്രയും പൊട്ടൻഷ്യൽ എനർജി ആൾക്ക് നഷ്ടപ്പെട്ടു. ഇവിടെ നിന്നുള്ള ആൾ ഇവിടെ എത്രയപ്പോഴേക്കും ഇത്രയും പൊട്ടൻഷ്യൽ എനർജി നഷ്ടപ്പെട്ടു. mgh. അതാണ് ഇവരുടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറാം. കൈനറ്റിക് എനർജി 2 ഉണ്ട്. ഒന്ന്, ഈ ബ്ലോക്ക് താഴേക്ക് വീഴുമ്പോൾ ഇതിനും കൈനറ്റിക് എനർജി ഉണ്ട്. അതേപോലെ ഇത് കറങ്ങുന്ന സമയത്ത് ഇയാൾക്കും കൈനറ്റിക് എനർജി ഉണ്ട്. രണ്ടുപേർക്കും ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഇത് റസ്റ്റിലല്ലേ? റസ്റ്റിൽ ഇൻ ദ സെൻസ് പൊസിഷൻ മാറുന്നില്ലല്ലോ. പൊസിഷൻ മാറുമ്പോഴല്ലേ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിന് മാത്രമാണ് പൊസിഷൻ മാറുന്നത്. അപ്പോൾ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. ഇതിന്റെ കൈനറ്റിക് എനർജി എന്താണെന്നറിയോ? ഇത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന ബ്ലോക്ക് സ്ട്രെയിറ്റ് ലൈനിലല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് ലൈനിന്റെ കൈനറ്റിക് എനർജി 12mv². അപ്പൊ ഹാഫ് ഇൻറ്റു അതിന്റെ മാസ് 3 ഇൻറ്റു v അറിയില്ല, അപ്പൊ ഞാൻ v² എന്ന് എഴുതി. പ്ലസ് ഇനി ഇത് കറങ്ങുന്നുണ്ട്. അപ്പൊ ഇയാൾക്കും എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട് അല്ലെ? ഇത് കറങ്ങുന്നുണ്ട്, അതിന് കൈനറ്റിക് എനർജി ഉണ്ട്. റൊട്ടേറ്റ് ചെയ്യുന്ന ആളുടെ കൈനറ്റിക് എനർജി എന്താണ്? 12I⍵². ഇനി ഇതിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ്. ആരുടെ? ഈ ഫ്ലൈ വീൽ ഡിസ്ക് എന്ന് പറഞ്ഞു. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാം, mr²/2 ആണ്.
ഇനി ഒമേഗക്ക് വാല്യൂ എടുക്കണം. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നല്ലേ, അതുകൊണ്ട് ഒമേഗക്ക് പകരം എനിക്ക് വേണമെങ്കിൽ വി ബൈ ആർ, ഈ രണ്ട് വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എത്ര വരും? ഇവിടെ നമുക്ക് 3 × 3 9, പിന്നെ ഒരു 90 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ഐ മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ എത്രയാണ്? എം ആർ സ്ക്വയർ അല്ലേ. വേണമെങ്കിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ സെപ്പറേറ്റ് എഴുതി നോക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഫ്ലൈ വീൽ അല്ലേ. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ഫ്ലൈ വീലിന്റെ മാസ് 5, അതിന്റെ റേഡിയസ് 5, പിന്നെ സ്ക്വയർ ഉണ്ട്, ഡിവൈഡഡ് ബൈ 2. ഇതാണ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ എത്ര മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ? 5 × 5 സ്ക്വയർ എം ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലേ, ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയറിന് പകരം എന്ത് എഴുതാം? വി ബൈ ആർ. സ്ക്വയർ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ഉള്ളതുകൊണ്ട് സ്ക്വയർ ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആറിന്റെ വാല്യൂ എടുക്കാം. 6 റേഡിയസ് അല്ലേ, റേഡിയസിന്റെ വാല്യൂ 5 ആണ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ തന്നെ എഴുതട്ടെ, ആറിന്റെ വാല്യൂ 5. അപ്പൊ ഇതിൽ ഈ 5 സ്ക്വയറും ഈ 5 സ്ക്വയറും നമ്മൾ കട്ട് ചെയ്ത് പോകും. ദെയർഫോർ 90 ഈസ് ഈക്വൽ ടു വി സ്ക്വയർ കോമൺ ആണ്. പിന്നെ ആരൊക്കെ വരും? 3/2 പ്ലസ് ഇവിടെ ആരൊക്കെയുണ്ട്? ഒരു 5 ഡിവൈഡഡ് ബൈ 4. 5 ഡിവൈഡഡ് ബൈ 4. ബാക്കി ടേംസ് എല്ലാം കോമൺ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 5 ഡിവൈഡ് ബൈ 4 ഈ രീതിയിൽ എഴുതാം. 2 × 2 4 ആണ്. ദെയർഫോർ 90 ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു, വേണമെങ്കിൽ ഒരു 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലും ഡിവൈഡും ചെയ്യാം. അപ്പൊ എനിക്ക് LCM ആയിട്ട് 4 എടുക്കാം. സോ 3 × 2 6 പ്ലസ് 5 വരും അല്ലേ. അപ്പൊ ഹാഫ് ഇൻറ്റു മാസിന്റെ വാല്യൂ മൊമെന്റ് ഓഫ് ഇനർഷ്യ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. 5 സ്ക്വയർ കട്ട് ചെയ്തു, വി സ്ക്വയറിനെ കോമൺ ആക്കി എടുത്തു. സോ 5 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര വരുന്നുണ്ട്? 4 വരുന്നുണ്ട്. സോ 5 ഡിവൈഡഡ് ബൈ 4. ഞാനിതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് അല്ലേ. കാരണം എം ആർ സ്ക്വയർ അല്ലേ, ഇതിന്റെ മാസ് 3 അല്ലേ ഉള്ളൂ. ഓക്കെ, അതാണ് നമ്മൾക്ക് മിസ്റ്റേക്ക് വരുന്നത്. റെഡി. ആ മാസിൽ ഞാനൊരു ചെറിയ കറക്ഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മാസിന്റെ വാല്യൂ 5 അല്ലല്ലോ, മാസിന്റെ വാല്യൂ 3 അല്ലേ. ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 അല്ലേ. അപ്പൊ എമ്മിന്റെ വാല്യൂ 3 ആണ്. ഓക്കെ, അപ്പൊ മാസിന്റെ വാല്യൂ 3 ആണ്. റെഡി. അപ്പൊ നമുക്ക് കാൽക്കുലേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഇതിൽ മാസിന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പൊ ഇവിടെ എത്ര വരുന്നുണ്ടാകും? 3 ഡിവൈഡഡ് ബൈ 4 ആണ്. 3 ഡിവൈഡഡ് ബൈ 4, 5 അല്ല, 3/4. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ LCM ആയിട്ട് നമുക്ക് 4 എടുക്കാം. LCM ആക്കി 4 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര വരും? 6 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 9/4 എന്ന് വരും അല്ലേ. 9 ഡിവൈഡഡ് ബൈ 4. എനിക്ക് വേണ്ടത് വി സ്ക്വയർ ആണ്. ആ വി സ്ക്വയർ ചെയ്യുമ്പോൾ ഈ 90യും ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 9 വരും. ദെയർഫോർ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 40. വി സ്ക്വയറിന്റെ വാല്യൂ 40 ആണ്. അതായത് ഈ കറങ്ങുന്ന ആരാണ് വി എന്ന് എഴുതിയിട്ടുള്ളത്? നമ്മുടെ ഫ്ലൈ വീൽ അല്ലേ. ഫ്ലൈ വീലിന്റെ വെലോസിറ്റി ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വി സ്ക്വയറിന്റെ വാല്യൂ 40 ഓർ വി ഈക്വൽ ടു √40. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫ്ലൈ വീലിന്റെ കൈനറ്റിക് എനർജി അല്ലേ. ഫ്ലൈ വീലിന്റെ കൈനറ്റിക് എനർജി എന്താണ്? ½ I ഒമേഗ സ്ക്വയർ. അപ്പൊ ½ ഇൻറ്റു I ഇൻറ്റു ഒമേഗക്ക് പകരം വി ബൈ ആർ എന്ന് എഴുതാം, സ്ക്വയർ എഴുതാം. പക്ഷെ നമ്മൾ സ്റ്റക്ക് ആവാൻ കാരണം ഈ വി സ്ക്വയറിന്റെ വാല്യൂ അറിയില്ലായിരുന്നു. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഫ്ലൈ വീലിന്റെ വെലോസിറ്റി, അതിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് ആരാന്നറിയോ? എനർജി കൺസർവേഷൻ ആണ്. ഇനി നമുക്ക് വാല്യൂ എടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു I അല്ലേ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഫ്ലൈ വീൽ ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. 3 × 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു, ഇതുവരെ നമുക്ക് അറിയാത്ത പ്രശ്നം വി സ്ക്വയർ ആയിരുന്നു. വി സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 40 ആണ്. അപ്പൊ 40 ഇൻറ്റു ആർ, ആറിന്റെ വാല്യൂ 5 ആണ്. അപ്പൊ ആർ സ്ക്വയർ. ഇതിൽ 5 സ്ക്വയർ കട്ട് ചെയ്യാം. ദെയർഫോർ നമുക്ക് എത്ര വരുന്നുണ്ടാകും? മുകളിൽ 40 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 എത്ര വരും? 40 വരും അല്ലേ. അപ്പൊ 40 ഇൻറ്റു 3 ആണ്. ഈ 40 ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 30 ജൂൾ ഇസ് എ കറക്റ്റ് ആൻസർ. എത്രയാണ് കറക്റ്റ് ആൻസർ വരെ? 30 ജൂൾ ആണ്. അപ്പൊ ഫ്ലൈ വീലിന്റെ കൈനറ്റിക് എനർജിയാണ് നമ്മളോട് ചോദിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ജൂൾ.